ബോട്ടി വേറൊരു ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ബോട്ടൊക്കെ വഴറ്റിയിട്ട് ഇതിൽ തിന്നാം. തക്കാളി എടുക്കും. തക്കാളി ഇട്ട് ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. അല്ലാത്ത മതി. ഇതിലൊക്കെ അങ്ങോട്ട് ഇട്ട് ഓരോ സാധനങ്ങൾ. മുട്ട ഇതിലിട്ടിട്ട മുട്ടിട്ട് മുട്ട വെറൈറ്റി മോഡലുകളാണ്. ഇറച്ചി മുട്ട ഒന്നും തിന്നാൻ പാടില്ല അവർ. ആ മുട്ട അലഞ്ഞു ചേർന്നു. ബ്രെഡ് ഇട്ട് ഏകദേശം ബ്രെഡ് ഏകദേശം ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ടി ഇട്ടില്ല. ഇതിൻ്റെ ലേസം ബോട്ടിയുടെ ചാറ് ലേസം വെച്ചിട്ട് ഒന്നത് സ്റ്റീമാക്കുക. ഇത് ബ്രെഡാണ്. ഇനി അടുത്തത് സ്റ്റീമാക്കണം. അറിയാം. ഇത് ബോട്ടിയുടെ ചാറ്. വെച്ചിട്ട് ഉണ്ടാവും. അതായി. ഇനി ഇതാ ബോട്ടി ഇടുന്നു. ബോട്ടി മുട്ട ബ്രെഡ്. ബോട്ടി മുട്ട ബ്രെഡ് എങ്ങനെ ഉണ്ടാവും? ഇതൊക്കെ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് സാമ്പിൾ നോക്കുക. ബോട്ടി മേടിക്കുക, ബ്രെഡ് എടുക്കുക, അതൊക്കെ ഉണ്ടാക്കുക. വെറും ബോട്ടിയും കൊള്ളിയും മാത്രം പോരാ. ആ പരിപാടി കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് ഉണ്ടാക്കുക, സാപ്പാടടിക്കുക. ചൂടുള്ള സാധനം ആവിങ്ങനെ സാധനം പക്ക റെഡി ആയിട്ടാണ്. ബോട്ടി ബ്രെഡ് മുട്ട ഇതാണ് ഇന്നത്തെ എൻ്റെ രാത്രികളത്തെ ഭക്ഷണം. കുറച്ചേ ഉള്ളൂ ഉള്ളത്. ഇനിയൊരു കട്ടൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് നോട്ടെ. അയ്യോ അടിപൊളി.